Let's start learning English. ഹലോ മക്കളെ, നമ്മൾ ക്ലാസ് 12-ലെത്തി. നമ്മളങ്ങനെ ഒരുപാട് വാക്കുകൾ പഠിച്ചിങ്ങനെ മുന്നേറുവാണ്. എന്നാലും ചില ആളുകൾ ക്വിസിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് തെറ്റിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ തീർത്തും സീരിയസ് അല്ല ക്വിസ് എന്നുള്ളതിനോടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും ക്ലാസ് കണ്ടിട്ടും ഇത്ര തവണ ആവർത്തിച്ചിട്ടും റൺ എന്ന് പറഞ്ഞാൽ ഓടുകാന്നും ജമ്പ് എന്ന് പറഞ്ഞാൽ ചാടുക എന്നും അറിയാത്ത ആളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അവർ ഒട്ടും ക്ലാസ് കണ്ടിട്ടുണ്ടാവാത്ത ആളുകളായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും സീരിയസ് ആയി തന്നെ ശ്രദ്ധിച്ച് ആവർത്തിക്കുമ്പോൾ ടീച്ചർ എത്ര തവണ ആവർത്തിക്കുന്നോ അത്രയും തവണ നിങ്ങളും ആവർത്തിക്കുക. സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് എല്ലാ വാക്കുകളും ഇങ്ങനെ തള്ളി തള്ളി വരണം. എന്നാലേ ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. നമുക്കത് വരുന്നില്ല, ആലോചിച്ച് പറയുകയാണെങ്കിൽ അതിന് സംസാരം എന്ന് പറയില്ല. ഓക്കെ, സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഴുക്കാണ് വാക്കിൻ്റെ. നമ്മൾ എത്ര വാക്ക് പഠിച്ചു എന്ന് പറഞ്ഞാലും പിന്നെയും 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 പറഞ്ഞ് ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. 1 എന്ന് എഴുതുക, പേരെഴുതുക. ഓക്കെ, നമുക്ക് ഇതുവരെ നോക്കിയ വാക്കുകൾ നോക്കാം. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടയർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക. ഓക്കെ, ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ V1, V2, V3, ING ഒക്കെ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് പുതിയ വാക്കുകൾ നോക്കാം. ഓക്കെ, എല്ലാവരും ഫസ്റ്റ് അറ്റൻഡൻസ് ഇട്ടല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വാക്ക് നൃത്തം ചെയ്യുക. നമ്മൾ നൃത്തം ചെയ്യുക എന്ന് ഉപയോഗിക്കാറില്ല അല്ലേ? നമ്മളെല്ലാവരും ഡാൻസ് ചെയ്യുക തന്നെയല്ലേ പറയുക. അത് തന്നെയാണ് ഇംഗ്ലീഷ് വേർഡ്. എന്ത്? ഡാൻസ്. DANCE ഡാൻസ്. ഡാൻസ്. ആ ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു റോബോയും കൂടെ ഒരു ലേഡിയും ഡാൻസ് ചെയ്യാണ്. തൊട്ടിപ്പുറത്ത് എന്താണുള്ളത്? നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോമിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ ഉണ്ടല്ലേ? ഡാൻസ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കലയുടെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? ഡാൻസ്. DANCE ഡാൻസ്. നൃത്തം ചെയ്യുക. ഡാൻസ്. DANCE ഡാൻസ്. ഡാൻസ്. ഓക്കെ, ഡാൻസ് ഡാൻസ് ഡാൻസ്. നിങ്ങൾ ഡാൻസ് എന്നൊന്നും പറയരുത്, ഡാൻസ്. ഓക്കെ, ഡാൻസ്. നൃത്തം ചെയ്യുക. ഡാൻസ് ഡാൻസ്. ഇനി നൃത്തം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയണം? അതിലൊരു ED ആഡ് ചെയ്യണം. പക്ഷെ നമുക്ക് ഓൾറെഡി ഡാൻസ് എന്നുള്ള വാക്കിൽ ഒരു E അവസാനത്തിലുണ്ടല്ലേ? ഡാൻസ്. DANCE ഡാൻസ്. ഓക്കെ, ഡാൻസ് എന്നുള്ള വാക്കിൽ ഓൾറെഡി ഒരു E കിടപ്പുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു E ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്തേ ആഡ് ചെയ്യുള്ളൂ? ജസ്റ്റ് ഒരു D മാത്രം. DANCED danced. ഓക്കെ, ഡാൻസ്, ഡാൻസ്ഡ്, ഡാൻസ്ഡ്. V1 ഫോം ബേസ് ഫോം ഡാൻസ്, V2 ഫോം പാസ്റ്റ് ഫോം ഡാൻസ്ഡ്, V3 ഫോം past participle form
danced, dance, danced, danced. Okay, dance, danced, danced. V1 base form dance, V2 past form danced, V3 past participle form danced. Dance, danced, danced. Okay? ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? നൃത്തം ചെയ്യുന്നു അല്ലെ, ചെയ്തുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നൃത്തം ചെയ്യുന്നു, ഡാൻസിങ്. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ING ആഡ് ചെയ്യണം. ഏതിലോട്ട്? ബേസ് ഫോമിലോട്ട്. പക്ഷെ ഇവിടെ ഡാൻസ് DANCE എന്നുള്ളതിന്റെ അവസാനത്തെ ഈ എന്ത് ചെയ്യും? ഓടിപ്പോവും. എന്നിട്ട് അവിടെ ING ചേരും. DANCING, dancing. Okay, dancing, DANCING, dancing. Dance, danced, dancing. Dance, നൃത്തം ചെയ്യുക. Danced, നൃത്തം ചെയ്തു. Dancing, നൃത്തം ചെയ്യുന്നു. Dance, danced, dancing. Dance, danced, dancing. പിന്നെ ശ്രദ്ധിക്കുക, അവസാനത്തെ ED അങ്ങനെ കൊണ്ടുപോയി ED അല്ല, ഒരു ട് എന്നുള്ളൊരു ശബ്ദം പോലെ വരുള്ളൂ. ഓക്കെ, ഡാൻസ്, ഡാൻസ്ഡ്, ഡാൻസിങ്. ഡാൻസ്, ഡാൻസ്ഡ്, ഡാൻസിങ്. ഓക്കെ, നൃത്തം ചെയ്യുക, ഡാൻസ്. നൃത്തം ചെയ്തു, ഡാൻസ്ഡ്. നൃത്തം ചെയ്യുന്നു, ഡാൻസിങ്. ഡാൻസ്, ഡാൻസ്ഡ്, ഡാൻസിങ്. ഓക്കെ, ഇനി ഡാൻസിന്റെ സെന്റൻസസിലോട്ട് പോകുന്നതിന് മുൻപായി ഡാൻസിനൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അല്ലെ, പാട്ട് പാടുക, പാടുക. ആ വാക്ക് കൂടെ നോക്കിയിട്ട് നമുക്ക് സെന്റൻസസിലോട്ട് പോകാം. പാടുക, സിങ്, SING, സിങ്. സിങ്, സിങ്, സിങ്. പാടുക, സിങ് എ സോങ്. പാട്ട് പാടുക, ഒരു പാട്ട് പാടുക. ഇവിടെ സിങ് എ സോങ് എന്ന് പറഞ്ഞതിൽ ഞാൻ മനഃപൂർവ്വമാണ് അത് കൊണ്ടിട്ടത്. നിങ്ങൾ ഇനിയും എ എന്നൊക്കെ പറയുന്നത്. സിങ് എ സോങ്. നോ നോ നോ, ഇറ്റ്സ് സിങ് എ സോങ്. പലപ്പോഴും പല കുട്ടികളും പറയുന്ന ഒരു കാര്യമുണ്ട്, ടീച്ചർ പറയുന്ന കേൾക്കുമ്പോഴേ എനിക്ക് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാൻ വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആവുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രാക്ടീസിന്റെ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു ഭാവം ഉണ്ടാക്കുക എന്നാണ്. നിങ്ങൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വായിക്കാൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? അറിയാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യും? വിൽ ടേക്ക് ഇറ്റ് സ്ലോലി, റൈറ്റ്? നമ്മളെല്ലാം പതുക്കെ പതുക്കെ പയ്യെ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കുന്നതിലും ആ സ്ലോ അത് നമ്മളെ മൈൻഡിൽ വരണം. ഞാൻ മെല്ലനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ സെന്റൻസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതെനിക്ക് അറിയുന്നതാണെന്നുള്ള സ്പീഡിൽ പോകുമ്പോഴാണ് നിങ്ങൾ പഴയ രീതിയിൽ തന്നെ തുടരുന്നത്. അൺലേണിംഗ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എപ്പോഴും അൺലേണിംഗ് എന്ന് പറയപ്പെടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പ്രയത്നിച്ചാൽ എളുപ്പമാവും. പക്ഷെ നമ്മൾ അറിയാത്ത ഒരു കാര്യം പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ പ്രയത്നിക്കണം. അതാണ് ഫാക്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടീച്ചറുടെ സെന്റൻസസിന്റെ വായന കേട്ടതിന് ശേഷം റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു പയ്യെ എടുക്കുക. അപ്പോഴെന്താണ് എത്തുമ്പോഴൊക്കെ എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ചിലവർ എല്ലായിടത്തും ദീന്നാ പറയാ. അതല്ല, കോൺസണൻസ് ആണെങ്കിൽ ദ, ഓവൽസ് ആണെങ്കിൽ ദി എന്നുള്ളതൊക്കെ ആ റൂളൊക്കെ മൈൻഡിലേക്ക് എടുത്ത് മെല്ലെ ചെയ്താൽ മതി. ആരും നിങ്ങളെ പിടിച്ച് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കൊന്നുമില്ല. മെല്ലെ അങ്ങനെ നിങ്ങൾ മെല്ലെ കുറച്ച് നാൾ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് ഓർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു 10 to 20 days കഴിഞ്ഞ് നോക്കട്ടെ, യു വിൽ ബി വെരി വെരി ഗുഡ് ഇൻ റീഡിങ് സച്ച് വേർഡ്സ്. ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഉഷാറായിട്ട് നിങ്ങൾ വായിക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വോയിസ്, എൻ്റെ വീഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണെന്ന് പറയും. പിന്നെ വോയിസ് നിങ്ങൾ വായിച്ച് എനിക്ക് ഇടാൻ പറയുമ്പോഴേക്കും അതെടുക്കും. ഒരു വായനയാണ്. കാരണം എന്താ, നിങ്ങൾക്കെല്ലാം അറിയാം. എന്ന് വായിക്കാൻ അറിയാം, ദി പോം എന്ന് വായിക്കാൻ അറിയാം, മനസ്സിലായല്ലോ? പോയം എന്ന് വായിക്കാൻ അറിയാം. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ കാണിച്ചു വെക്കും.
പകരം എന്ത് ചെയ്യണം, വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്നുള്ളൊരു ഭാവം വരുത്തുക. എന്നിട്ട് മെല്ലെ വായിക്കുക. മെല്ലെ മീൻസ് ശബ്ദം കുറച്ചെന്നല്ല, സ്പീഡ് മെല്ലെയാക്കി വായിക്കുക. അപ്പം നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച വാക്കുകളും ഉച്ചരിക്കാൻ ഉദ്ദേശിച്ച ശബ്ദങ്ങളും ഒക്കെ കറക്റ്റായിട്ട് വരും. ഓക്കെ, സിങ് എ സോങ്, സിങ് എ സോങ്, സിങ് എ സോങ്. അത് ടീച്ചർ പറയുന്നതോടൊപ്പം തന്നെ പറയാൻ ശ്രമിക്കൂ. സിങ് എ സോങ്, സിങ് എ സോങ്, സിങ് എ സോങ്. സിങ് പാടുക, സോങ് പാട്ട്. ഓക്കെ, സിങ് പാടുക. ഇനി നമുക്ക് സിങ്ങിന്റെ V2 V3 ഫോംസ് നോക്കാം. ബേസ് ഫോം, V1 ഫോം സിങ്, V2 ഫോം past form sang, V3 form past participle form sung. Sing, sang, sung. Sing, sang, sung. Sing, sang, sung. Sing, V1 form base form. Sang, V2 form past form. Sung, V3 form past participle form. Okay, sing, sang, sung. Sing, sang, sung. V1 form base form sing, V2 form past form sang, V3 form past participle form sung. ഇനി പാടുന്നു എന്ന് നോക്കിയാലോ. സിംഗിങ്, SING, സിംഗിങ്. ഓക്കെ, സിംഗ്, സാങ്, സിംഗിങ്. പാടുക, സിംഗ്. പാടി, സാങ്. പാടുന്നു, സിംഗിങ്. സിംഗ്, സാങ്, സിംഗിങ്. സിംഗ്, സാങ്, സിംഗിങ്. സ്പെല്ലിങ്ങിനൊന്നും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. സിംഗ്, സാങ്, സിംഗിങ്. പാടുക, സിംഗ്. പാടി, സാങ്. പാടുന്നു, സിംഗിങ്. സിംഗ്, സാങ്, സിംഗിങ്. ഓക്കെ, ഇനി നൃത്തം ചെയ്യലും പാട്ട് പാടലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെന്റൻസസിലോട്ട് ഇടാം അല്ലേ. The children dance and sing. The children dance and sing. കുട്ടികൾ നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പാടുകയും, നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്യുന്നു. കുട്ടികൾ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്യുന്നു. The children ഡാൻസ് ആൻഡ് സിങ്. കുറേ പേര് ചിൽഡ്രൻ എന്നുള്ളിടത്ത് ചിൽഡ്രൻസ് എന്ന് പറയുന്നതാണ്. എസ് എവിടുന്നും കാണുന്നത് അവരുടെ കണ്ണിൽ ഒരു ഇല്യൂഷൻ പോലെയാണ്. ആ ഇല്യൂഷൻ ഒന്ന് മായ്ച്ചു കളയണം. ചിൽഡ്രൻ എന്നേ ഉള്ളൂ. ദ ചിൽഡ്രൻ ഡാൻസ് ആൻഡ് സിങ്. കുട്ടികൾ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്യുന്നു. ദ ചിൽഡ്രൻ ഡാൻസ് ആൻഡ് സിങ്. എ റോബിൻ വിൽ സിങ് ഇൻ ദ മോർണിംഗ്. A robin will sing in the morning. റോബിൻ ഒരു പക്ഷിയുടെ പേരാണ്. റോബിൻ രാവിലെ പാടും. ഓക്കെ, a robin will sing in the morning. Let's dance to this song. നമുക്ക് ഈ പാട്ടിന് നൃത്തം ചെയ്യാം. Let's dance to this song. നമുക്ക് ഈ പാട്ടിന് നൃത്തം ചെയ്യാം. ഇവിടെ ലെറ്റ്സ് എന്നുള്ളത് കണ്ടോ, ടീക്ക് ശേഷം ഒരു അപ്പോസ്ട്രഫി സിമ്പിൾ, അതായത് ഒരു ചെറിയൊരു കോമ പോലെ മുകളിൽ കാണുന്നില്ലേ, അതിനെ അപ്പോസ്ട്രഫെ എന്നാണ് പറയുക. അപ്പോസ്ട്രഫെ. ഓക്കെ, അപ്പൊ അപ്പോസ്ട്രഫെ എസ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് എഴുതുന്നത്? അപ്പോസ്ട്രഫി ഡിനോട്ട്സ്, അതായത് അപ്പോസ്ട്രഫി കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു സംഗതി ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കിയിട്ട് അവിടെ എസ് മാത്രം ബാക്കി വെച്ചു. ശരിക്കും അത് അവിടെ എന്താ വേണ്ടത്? ലെറ്റ് അസ് എന്നാണ്. ലെറ്റ് അസ്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ശരിക്കും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കുന്ന സമയത്ത്, സംഭാഷണം നടത്തുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ലെറ്റ് അസ് എന്നതിനേക്കാളും നമ്മൾ ലെറ്റ്സ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഐ ആം എന്നുള്ളത് നമ്മൾ സംഭാഷണത്തിൽ ആം എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അതൊക്കെ ഇനി വഴിയേ വരും.
ഇവിടെ ഒരു അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണത്. ലെറ്റ് അസ് എന്നുള്ളത് ലെറ്റ്സ് എന്നാക്കി. ഓക്കെ, ലെറ്റ്സ് ഡാൻസ് ടു ദിസ് സോങ്. നമുക്ക് ഈ പാട്ടിന് നൃത്തം ചെയ്യാം. ദ choir വിൽ സിംഗ് ടുനൈറ്റ്. ഇന്ന് രാത്രി ഗായക സംഘം പാടും. ഈ choir എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ചേർച്ചിൽ പാട്ട് പാടുന്ന സംഘത്തെ വിളിക്കുന്ന പേരാണ് choir. ഓക്കെ, ദ choir വിൽ സിംഗ് ടുനൈറ്റ്. ഇന്ന് രാത്രി ഗായക സംഘം പാടും. ഐ ഡാൻസ് ആൻഡ് സിംഗ് വെരി വെൽ. ഞാൻ വളരെ നന്നായി നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്യും. ഇത് എന്റെ ഒരു കഴിവിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഐ സിംഗുലർ ആണ്, പക്ഷെ ഫസ്റ്റ് പേഴ്സൺ ആണ്, അല്ലെ? സിംഗുലർ ആണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്. അതുകൊണ്ട് ഡാൻസും സിംഗിന്റെയും ഒക്കെ കൂടെ എന്ത് ചേർക്കേണ്ടതില്ല? എസ് ചേർക്കേണ്ടതില്ല. അത് ഷീ ആണെങ്കിലോ ഡാൻസസ് ആൻഡ് സിംഗ്സ് എന്ന് എഴുതേണ്ടി വരും. DANCESഉം SINGSഉം. ഓക്കെ, ഇവിടെ ഐ ആയതുകൊണ്ട് ഐ ഡാൻസ് ആൻഡ് സിംഗ് very well. The children dance and sing. A robin will sing in the morning. Let's dance to this song. The choir will sing tonight. I dance and sing very well. ഇനി ടീച്ചർ പറയുന്നതിന്റെ കൂടെ തന്നെ പറയാം. 2 തവണ ഓരോ സെന്റൻസ് ടീച്ചർ പറയും. അതോടൊപ്പം തന്നെ പറയാം കേട്ടോ. The children dance and sing. A robin will sing in the morning. Let's dance to the song. The choir will sing tonight. I dance and sing very well. The children dance and sing. A robin will sing in the morning. Let's dance to the song. The choir will sing tonight. I dance and sing very well. Birds sing. പക്ഷികൾ പാടുന്നു. Birds sing. പക്ഷികൾ പാടുന്നു. We dance together. We dance together. ഞങ്ങൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു. Okay, we dance together. ഞങ്ങൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്നു. She can sing well. അവൾക്ക് നന്നായി പാടാൻ കഴിയും. She can sing well. അവൾക്ക് നന്നായി പാടാൻ കഴിയും. They dance in the rain. They dance in the rain. അവർ മഴയിൽ നൃത്തം ചെയ്യുന്നു. They dance in the rain. അവർ മഴയിൽ നൃത്തം ചെയ്യുന്നു. He likes to sing loudly. അവന് ഉച്ചത്തിൽ പാടാൻ ഇഷ്ടമാണ്. അവന് ഉച്ചത്തിൽ പാടാൻ ഇഷ്ടമാണ്. He likes to sing loudly. Birds sing. We dance together. She can sing well. They dance in the rain. They dance in the rain. He likes to sing loudly. He likes to sing loudly. ടീച്ചറുടെ കൂടെ തന്നെ ഒന്ന് വായിച്ചേ. ഞാൻ 3 തവണ ഓരോ സെന്റൻസും വായിക്കാം. ഓക്കെ, ടീച്ചറുടെ കൂടെ തന്നെ വായിക്കുക. Birds sing. Birds sing. Birds sing. We dance together. We dance together. We dance together. She can sing well. She can sing well. She can sing well. They dance in the rain. They dance in the rain. They dance in the rain. He likes to sing loudly. He likes to sing loudly. He likes to sing loudly. Okay? ആവർത്തിച്ച് വായിച്ച് ഉറപ്പിച്ചിട്ട് വേണം ടീച്ചർക്ക് വായിച്ച് അയക്കാൻ, റെക്കോർഡ് ചെയ്ത് അയക്കാൻ. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? സെക്കൻഡ് അറ്റൻഡൻസ് ഇടണം. ഓക്കെ, സെക്കൻഡ് അറ്റൻഡൻസ് 2 എന്നെഴുതി നിങ്ങളുടെ പേര് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കാം. ഓക്കെ, സെക്കൻഡ് അറ്റൻഡൻസ് ഇപ്പോഴാണ് ഇടേണ്ടത്. ഓക്കെ, എല്ലാവരും ഇട്ടോ? ഓക്കെ, എല്ലാവരും അറ്റൻഡൻസ് ഇട്ടു എന്ന് കരുതുന്നു.
ഓക്കെ, അടുത്ത വാക്കാണ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക. പ്രേ. പ്രേ. നമ്മൾ പ്ലേ എന്ന് പഠിച്ചതുപോലെ തന്നെ പ്രേ. പ്ലേ കളിക്കുക. പ്രേ പ്രാർത്ഥിക്കുക. സ്പെല്ലിങ്ങും അതുപോലെ സിമിലർ ആണ്. അതിൽ എല്ലാണെങ്കിൽ ഇവിടെ ആർ, ബാക്കിയൊക്കെ സെയിം. PRAY. PRAY. പ്രേ. 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 പ്രാർത്ഥിക്കുക. പ്രേ. പ്രാർത്ഥിച്ചു എന്ന് പറയാനാണെങ്കിലോ ഒരു ED ആഡ് ചെയ്യാം. ഓക്കെ, പ്രേ, പ്രേഡ്, പ്രേഡ്. പ്രേ, പ്രേഡ്, പ്രേഡ്. നമ്മൾ പ്ലേ, പ്ലേഡ്, പ്ലേഡ് പോലെ തന്നെ. ഓക്കെ, അവിടെ ആ യാ എന്നുള്ള ആ ഒരു ടച്ച് അവിടെ എങ്ങനെയായാലും വരണം. ഓക്കെ, V1 ഫോം ബേസ് ഫോം പ്രേ, V2 ഫോം പാസ്റ്റ് ഫോം പ്രേഡ്, V3 form past participle form prayed. Pray, prayed, prayed. Pray, prayed, prayed. Okay? ഇനി പ്രാർത്ഥിക്കുന്നു അല്ലേ? പ്രാർത്ഥിക്കുന്നു. പ്രേയിങ്. നമ്മൾ പ്ലേയിങ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രേയിങ്. Praying. PRAY. Pray. PRAYED. Prayed. PRAYING. 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 പ്രാർത്ഥിക്കുന്നു. Pray. Prayed. Praying. Pray. Prayed. Praying. Pray എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക. Prayed പ്രാർത്ഥിച്ചു. Praying പ്രാർത്ഥിക്കുന്നു. Pray, prayed, praying. Pray, prayed, praying. Pray, prayed, praying. Okay? പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കുന്നു. Pray, prayed, praying. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സെന്റൻസസിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കുന്നത് കൊണ്ടുപോയി എവിടെ ഇടാം? നമ്മുടെ സെന്റൻസസിലോട്ട് ഇടാം അല്ലേ? ഐ പ്രേ ഡെയിലി. ഐ പ്രേ ഡെയിലി. ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇവിടെ ഐ ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ പ്രേയുടെ കൂടെ എസ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഐ പ്രേ ഡെയിലി. ഐ പ്രേ ഡെയിലി. ദേ പ്രേ എവറി ഈവനിങ്. They pray every evening. They pray every evening. അവർ എല്ലാ വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദേ എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണെങ്കിലും സിംഗുലർ അല്ല, പ്ലൂറൽ ആണ്. സോ പ്രേ എവിടെയും എസ് ആഡ് ചെയ്യേണ്ടതില്ല. They pray every evening. She prayed for good health. She prayed for good health. അവൾ നല്ല ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു. പ്രേഡ്. പ്രേഡ് പ്രാർത്ഥിച്ചു. ഷീ പ്രേഡ് ഫോർ ഗുഡ് ഹെൽത്ത്. അവൾ നല്ല ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു. ഹി ഹാസ് പ്രേഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഹി ഹാസ് പ്രേഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അവൻ ഈ അവസരത്തിനായി പ്രാർത്ഥിച്ചു. ഈ അവൻ എന്നുള്ളിടത്ത് നമ്മൾ അദ്ദേഹം എന്നൊക്കെ ചേർത്തെഴുതാം. അദ്ദേഹം ഈ അവസരത്തിനായി പ്രാർത്ഥിച്ചു. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കിയേ, ഹാസ് പ്രേഡ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ കളി മാറി. നമ്മുടെ V2 ഫോം അല്ല അത്. ഹാസ് പ്രേഡ് എന്ന് പറയുന്നത്, ഹാസ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് ചേർക്കുക V3 ഫോമാണ്. അത് ഞാൻ മുമ്പേ പറയുന്നുണ്ട്. ഹാസ്, ഹാവ്, ഹാഡിൻ്റെ ഒപ്പം എല്ലാം വരുന്നത് എന്താണ്? V3 ഫോമാണ്. അപ്പോൾ ഹി ഹാസ് പ്രേഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിൽ പ്രേഡ് എന്നുള്ളത് V3 ഫോം ഓഫ് പ്രേ ആണ്. ഇത് നോക്കിക്കോ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഹോംവർക്കിൽ ഈ കാര്യം കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കും. നിങ്ങൾ ഇതിനെ V2 എന്നെഴുതുന്നു, V3 എന്നെഴുതുന്നു. ഹി ഹാസ് പ്രേഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഹി ഹാസ് പ്രേഡ് ഫോർ ദിസ്
opportunity. I pray daily. They pray every evening. She prayed for good health. He has prayed for this opportunity. അപ്പോൾ ടീച്ചർ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ വായിക്കുക. ടീച്ചർ 3 times വായിക്കും. ആ 3 timesഉം ടീച്ചറിൻ്റെ കൂടെ തന്നെ വായിക്കുക. I pray daily. I pray daily. I pray daily. They pray every evening. They pray every evening. They pray every evening. ടീച്ചർ അന്ന് ലൈവ് ക്ലാസ്സിന് സമയത്ത് എഴുതി കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ. അതെല്ലാവരും നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി കാണും. അത് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. ഓക്കെ, ഉച്ചാരണം എല്ലാം കറക്റ്റ് ആണോ ഇപ്പോൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക പുസ്തകം. ഓക്കെ, they pray every evening. She prayed for good health. She prayed for good health. He has prayed for this opportunity. He has prayed for this opportunity. He has prayed for this opportunity. Okay? ഇപ്പം എന്ത് ചെയ്യണം? മൂന്നാമത്തെ അറ്റൻഡൻസ് ഇപ്പോൾ ഇടണം. ഇപ്പോഴാണ് മൂന്നാമത്തെ അറ്റൻഡൻസ്. 3 എന്നെഴുതി നിങ്ങളുടെ പേരെഴുതുക. 3 എന്നെഴുതിയിട്ട് നിങ്ങളുടെ പേരെഴുതി വെക്കുക. മൂന്നാമത്തെ അറ്റൻഡൻസ്. ഓക്കെ, എല്ലാവരും അറ്റൻഡൻസ് ഇട്ടല്ലോ. ഓക്കെ, ഇന്ന് നമ്മൾ 3 പുതിയ ആക്ഷൻ വേർഡ്സ് പഠിച്ചു. പ്രേ, സിങ്, ഡാൻസ്. പ്രേ, സിങ്, ഡാൻസ്. പ്രേ പ്രാർത്ഥിക്കുക, സിങ് പാടുക, ഡാൻസ് നൃത്തം ചെയ്യുക. V1 form, base form, pray. V2 form, past form, prayed. V3 form, past participle form, prayed. ING form, praying. പ്രാർത്ഥിക്കുക, pray. പ്രാർത്ഥിച്ചു, prayed. പ്രാർത്ഥിക്കുന്നു, praying. ഓക്കെ, ഇനി സിങ് ആണെങ്കിൽ V1 form, base form, sing. V2 form, past form, sang. V3 form, past participle form, sung. Sing, sang, sung. ING form, singing. പാടുക, sing. പാടി, sang. പാടുന്നു, singing. ഇനി നൃത്തം ചെയ്യുക, dance. V1 form, base form, dance. V2 form, past form, danced. V3 form, past participle form, danced. Dancing, ING form, dancing. നൃത്തം ചെയ്യുക, dance. നൃത്തം ചെയ്തു, danced. നൃത്തം ചെയ്യുന്നു, dancing. ഓക്കെ അല്ലേ? ഇന്ന് പഠിച്ച 3 വാക്കും അതിൻ്റെ രൂപങ്ങളും ഉറപ്പിക്കുക. ഉറപ്പിച്ചാൽ മാത്രം മതിയോ? പോരാ. കമൻറ്റിൽ ഈ 3 വാക്കുകളും അതിൻ്റെ V1, V2, V3 ING ഫോംസും ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, ഇപ്പോൾ പ്രേ എന്നുണ്ടെങ്കിൽ പ്രേ, പ്രേഡ്, പ്രേഡ്, പ്രേയിങ്. സിങ്, സാങ്, സങ്, സിംഗിങ്. ഡാൻസ്, ഡാൻസ്ഡ്, ഡാൻസ്ഡ്, ഡാൻസിങ്. ഇങ്ങനെ എഴുതി കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, നമുക്കൊന്ന് സ്പീഡിൽ ഒന്ന് റിവൈസ് ചെയ്താലോ. റൺ, റാൻ, റൺ, റണ്ണിങ്. ജംപ്, ജംപ്ഡ്, ജംപ്ഡ്, ജംപിങ്. ഈറ്റ്, ate, eaten, eating. Brush, brushed, brushed, brushing. Read, 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 reading. Drink, drank, drunk, drinking. Wash, washed, washed, washing. Play, played, played, playing. Sit, sat, sat,
sitting. Walk, walked, walked, walking. Go, went, gone, going. Come, came, come, coming. Climb, climbed, climbed, climbing. Fly, flew, flown, flying. Swim, swam, swum, swimming. Tear, tore, torn, tearing. Cook, cooked, cooked, cooking. Cut, 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 cutting. Write, wrote, written, writing. Learn, learnt, learnt, learning. Stand, stood, stood, standing. Sleep, slept, slept, sleeping. ഓക്കെ അല്ലേ? ഇനി എല്ലാവരും അറ്റൻഡൻസ് ഇട്ടേക്കൂ. എല്ലാവരും അറ്റൻഡൻസ് ഇടൂ. ഓക്കെ, ലാസ്റ്റ് അറ്റൻഡൻസ് കൂടി ഇട്ടോളൂ. നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകൾ: പ്രേ പ്രാർത്ഥിക്കുക, സിംഗ് പാടുക, ഡാൻസ് നൃത്തം ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് എടുത്തെടുത്ത് വായിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ടീച്ചർക്ക് വോയിസ് അയക്കുക. ഓക്കെ, ഹാപ്പി ലേണിംഗ്.